ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം റൈഹാന. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവമാണ് ഈ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് പ്രോൺസ് പക്കോട എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കഴിക്കണ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഉണ്ടാക്കാം. അത് ഒരു രക്ഷയില്ലാത്ത റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പക്ഷേ സാധനം ഭയങ്കര ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഒരു കിട്ടുന്ന സംഭവമാണ്. അല്ലെങ്കിൽ പാർട്ടീസിനൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ഞാൻ കഴിച്ചു കാണിച്ചു തരാം അതിൻ്റെ ക്രിസ്പിനെസ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒരിത്തിരി ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഒരു 3 സ്പൂൺസ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഇത്രയും ഓട്സ് ഒന്ന് നനഞ്ഞ് അത് കുതിർന്ന് വരാൻ പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം വെച്ചു. അപ്പോൾ തന്നെ ഞാൻ ബാക്കി ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കി. ഓട്സ് ഇപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല പാകത്തിന് ഇതുപോലെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ഓക്കെ, ഈ ഓട്സിലേക്ക് ഇനി നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കും. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്മീൻ. വലിയ ചെമ്മീനായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയ ചെമ്മീനാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് ഞാൻ ഫ്രോസൺ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പണി കഴിയും കേട്ടോ. അപ്പോൾ ഫ്രോസൺ ചെമ്മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചെയ്യാവുന്നൊരു സാധനമാണ്. പിന്നെ ഇതിൽ മസ്റ്റായിട്ട് ഇടേണ്ട ഒരു സാധനമാണ് ജിഞ്ചർ. വെളുത്തുള്ളി അല്ല കേട്ടോ, ജിഞ്ചറാണ്. ഇഞ്ചി കൊത്തി അരിഞ്ഞത് എന്തായാലും ഇടണേ. അതിനൊരു പ്രത്യേക ക്രഞ്ചിനെസ് ഉണ്ടാവും, അത് കടിക്കുമ്പോൾ മസ്റ്റായിട്ട് ഇടണം. പിന്നെ ഇത് ഇവിടെ കിട്ടുന്ന ടൈപ്പ് ഒരു മുളകാണ്. ഈ മുളകിന് ഒരു എരിവൊന്നുമില്ല, പക്ഷേ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ആ മുളകിൻ്റെ ഒരു ഫ്ലേവറും വരും. അപ്പോൾ മുളക്, പിന്നെ ഞാൻ സവാളയാണ് ചേർത്തിട്ടുള്ളത്, അത് കൊത്തിയരിഞ്ഞത് ഒരു ചെറുത്. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ എരിവിന്. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് അനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറി പൗഡറാണ്. ഞാനിവിടെ കറി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളടുത്ത് ഇപ്പോൾ കറി പൗഡർ ഒന്നും ഇരിപ്പില്ല എന്നുണ്ട്, അതായത് ഇപ്പോൾ ചിക്കൻ മസാലയോ അങ്ങനത്തെ മസാലാസൊന്നും ഇരിപ്പില്ലെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി പെരിഞ്ജീരകവും ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിന് പകരം കറി പൗഡർ ഉണ്ടെങ്കിൽ, അതായത് ചിക്കൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ കൈ വെച്ച് തന്നെയാണ് കുഴച്ചേക്കണേ. അത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, പണ്ട് നമ്മളെ കാരണന്മാരൊക്കെ പറയണേ, നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ വെച്ച് അങ്ങോട്ട് കുഴച്ചിട്ട് അത് വേവിക്കുമ്പോഴത്തേക്കും ആ ബീഫിന് തന്നെ ഒരു പ്രത്യേക ഇത് വരും. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ചൂടും കൂടി കൊണ്ടിട്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരും എന്നാണ് പറയുക. അപ്പോൾ ഇത് കൈ വെച്ച് തന്നെ കുഴയ്ക്കുമ്പോഴാണ് നമ്മുടെ ഓട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും കൂടി മയമായിട്ട് ഈ നമ്മൾ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസിനായിട്ട് നന്നായിട്ട് അങ്ങ് ചേരും. അപ്പോൾ ഇത് കുഴയ്ക്കണ നേരം കൊണ്ട് ഞാൻ ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ലോവൈക്കിയയിലാണ് ഉള്ളത്. അവിടെ കിട്ടണ വെജിറ്റബിൾ ഓയിൽ ആണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇനി കുഴച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പക്കോടയുടെ മിക്സ് നല്ല അടിപൊളിയായിട്ട് കുഴച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇടുക, പൊരിക്കാം. അപ്പോൾ പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആവണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കൈയൊക്കെ കഴുകിയ കാരണം കേടാക്കണ്ടെന്നുണ്ടെങ്കിൽ 2 സ്പൂൺസ് എടുത്തിട്ട് ഒരു സ്പൂണിലേക്ക് കയറ്റിയിട്ട് മറ്റേ സ്പൂൺ വെച്ച് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് ഇടാം. അതായത് കൈ വെച്ചിടാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുണ്ടല്ലോ, ശരിക്കും ഈ സംഭവമൊക്കെ റൗണ്ടിലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ഇടുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പുതിയ ആൾക്കാർക്ക് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുണ്ടല്ലോ അധികം, അപ്പോൾ ഞാൻ നല്ല തീയിലാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതങ്ങനെ ഭയങ്കരമായിട്ട് ബബിൾ ചെയ്ത് വന്നത്. തീ കുറച്ചിട്ടിട്ട് ആദ്യം ഇടുമ്പോൾ എപ്പോഴും നല്ല തീയിലുള്ള ഇതിൽ വേണം ഇടാൻ. കാരണം ഇതിൽ നമ്മൾ വേറെ ബൈൻഡിങ് ഏജൻസ് ഒന്നും ഇട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടില്ലെങ്കിൽ അതെല്ലാം കൂടി അങ്ങോട്ട് വിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് വേണം അത് നമ്മൾ ഫസ്റ്റ് ഇടാനായിട്ട്. എന്നിട്ട് ചൂട് ഒന്ന് അതെല്ലാം പിടിച്ച് കഴിയുമ്പോൾ എല്ലാ
ഓരോരോ ബോൾസും പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. മൊരിച്ച് തന്നെ എടുക്കണം കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് മൊരിയണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ദെൻ അവർ പക്കോട ഈസ് റെഡി ടു സെർവ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് ഓരോ ബാച്ചായിട്ട് പൊരിച്ച് തീർക്കാം. ഈ സെയിം റെസിപ്പി ഉണ്ടല്ലോ വെജിറ്റേറിയൻസിനും ഉണ്ടാക്കാം. ഓക്കെ, അതിൽ നമുക്ക് ചെമ്മീനിന് പകരം നിങ്ങൾക്ക് മറ്റേ പനീർ ഉപയോഗിക്കാം, തോഫ് ഉപയോഗിക്കാം, വേണമെങ്കിൽ നമ്മുടെ മറ്റേ കിട്ടണമല്ല കോളിഫ്ലവർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ച കോളിഫ്ലവറിൻ്റെ തന്നെ പോലെ ഇരിക്കണം ബ്രോക്കളി. ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഇതേ റെസിപ്പീനെ വെജിറ്റേറിയൻസിനും ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ക്രിസ്പിയുടെ കുർ എന്ന് പറഞ്ഞിട്ട് കിട്ടും സാധനം. ഓക്കെ, പനീറും അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. തോഫും പനീറും രണ്ടും നല്ലതാണ്. അപ്പോൾ പനീർ തോഫൊക്കെ എന്താ വെച്ചാൽ വലിയ മുട്ടൻ കഷ്ണങ്ങളാക്കരുത്, കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാലാണ് അത് നമ്മുടെ ഈ ഓട്സൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് വേണം പനീർ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല ബോളന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവരും കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനായിട്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ് ബായ്.